ചമ്പകപുഷ്പസുവാസിതയാമം മോതിരപ്പൂവിരമുത്തും കാമുകന്റെ ഹൃദയത്തിൽ മോഹമെന്ന പക്ഷി പാടുന്നു പാടുന്നു. ഭരതമുനിയൊരു കളം വരച്ചു, ഭരതമുനിയൊരു കളം കാട്ടിലെ വെൺതേക്കു പൂക്കും കാട്ടിലെ തേൻവരിക്ക കാട്ടിൽ നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ. അങ്ങനെ മേളയിൽ അപ്പം കെ ജി ജോർജ് ആ തീരുമാനം മാറ്റി മമ്മൂട്ടിയെ തന്നെ വയ്ക്കാനായി. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം റിസ്ക് നിറഞ്ഞ രംഗങ്ങളിലും ഞാൻ അഭിനയിക്കാൻ സാറെന്ന് ധൈര്യത്തോട് പറയും. അങ്ങനെ മമ്മൂട്ടി എന്ന കഥാപാത്രം ജോർജ് സാറിൻ്റെ ഒരു എന്താണ് പറയുക, നമ്മൾ വാർത്തെടുക്കുന്നില്ല, ആ വാർപ്പിലൂടെ ഒരു മമ്മൂട്ടി എന്ന നടനെ രൂപപ്പെടുത്തിയെടുത്തതിൽ കെ ജി ജോർജ് സാറിന് വലിയ പങ്കുണ്ട്. ഈ മേള എന്ന ചിത്രം വന്നപ്പോൾ മമ്മൂട്ടി ഒരുപാട് ആൾക്കാർ തിരിച്ചറിഞ്ഞ് അതിന് ഒരുപാട് സിനിമകൾ കിട്ടി, നല്ല പേഴ്സണാലിറ്റി, ഒരുപാട് ഡയലോഗ് പറയാനുള്ള അവസരം കിട്ടിയതും മേളയിലാണ്. അങ്ങനെ മേളയിലൂടെ മമ്മൂട്ടി എന്ന നടൻ രംഗത്തുണ്ടെന്ന് മലയാള സിനിമ അറിഞ്ഞു. മനുഷ്യൻ വഴിയടക്കാൻ സമ്മതിക്കും. എത്രയോ കാലമായി ഇങ്ങനെ ഒരു ആഹാരം കഴിച്ചിട്ട് സ്ത്രീകൾ വെച്ച് വിളപ്പി തരുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ്. കറികളൊന്നും നന്നായിട്ടുണ്ടാവില്ല. നന്നായിട്ടില്ലെന്ന് അത് സാധാരണ പെണ്ണുങ്ങൾ പറയാറുള്ളതാണ്. സിനിമ ഇഷ്ടായോ? നല്ല പാട്ടുകളാ. ശാരദയ്ക്ക് പാട്ട് വളരെ ഇഷ്ടമാണ് അല്ലേ? പാടാൻ അറിയാമോ? അയ്യോ ഇല്ല. എനിക്കും സംഗീതം വളരെ ഇഷ്ടമാണ്. ശാരദയുടെ വീട്ടില് ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ഒരു ചേട്ടനും ഉണ്ട്. എനിക്കിവിടെ ആകെ ഒരു കൂട്ടുകാരനുള്ളത് ഗോവിന്ദൻകുട്ടിയാണ്. 6 വർഷം മുമ്പ് ഞാൻ ഈ സർക്കസിൽ ജോയിൻ ചെയ്തപ്പോൾ മുതൽ തുടങ്ങിയതായി ഈ ബന്ധം. എനിക്ക് ഗോവിന്ദൻകുട്ടിയെ വളരെ ഇഷ്ടമാണ്, അതുപോലെ തന്നെ അവൻ. പിന്നീടാണ് അദ്ദേഹം യവനിക എന്ന സിനിമ എടുക്കുന്നത്. യവനിക എന്ന് പറയുന്നത് അതുവരെ ആരും പറയാതിരുന്നൊരു കഥയായിരുന്നു. അതും നാടകക്കാരുടെ കഥ. അന്ന് വരെ നാടകക്കാരുടെ കഥ ആരും പറഞ്ഞിട്ടില്ല. എസ്.എൽ. പുരവും ജോർജ് സാറും കൂടെ ചേർന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനനുസരിച്ച് ഏത് കഥയാണെങ്കിലും ജോർജ് സാറിൻ്റെ ചിന്താമണ്ഡലത്തിൽ ഒതുങ്ങുന്ന രീതിയിലായിരിക്കണം കഥ പോകുന്നത്. അപ്പോൾ അദ്ദേഹം കൂടെ തിരക്കഥയ്ക്ക് ഇരിക്കും. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഈ ഓരോ ഷോട്ടുകളും ഓരോ രീതികളും ബിൽഡപ്പ് എന്ന് നമ്മൾ പറയും, ആ കഥ എങ്ങനെയൊക്കെ കൊണ്ടുപോകണമെന്ന് നിശ്ചയിക്കുന്ന സംവിധായകൻ. അങ്ങനെ സംവിധാനം ചെയ്യുന്ന ഒരേ ഒരാൾ എനിക്ക് തോന്നുന്നു കെ ജി ജോർജ് മാത്രമേ കാണത്തുള്ളൂ. കാരണം A to Z അദ്ദേഹത്തിൻ്റെ തന്നെ ആയിരിക്കണം. അങ്ങനെ യവനിക തുടങ്ങാൻ തീരുമാനിക്കുന്നു. യവനികയിൽ അതിൽ തിലകനുണ്ട്, നെടുമുടി വേണുണ്ട്, ജലജയുണ്ട്, ഗോപി സാറിൻ്റെയൊക്കെ അതിഗംഭീരമായ അവരുണ്ട്. തബലിസ്റ്റ് എന്നൊരു കഥാപാത്രം. ആ തബലിസ്റ്റ് മലയാള സിനിമയിൽ ഇന്നേ വരെ നിറഞ്ഞാടിയ ഗോപി സാറിൻ്റെ ഏറ്റവും നല്ല കഥാപാത്രമായിരുന്നു തബലിസ്റ്റ്. വേണു നഗവള്ളി, ജലജ, നെടുമുടി, അതുപോലെ ONV MB ശ്രീനിവാസൻ ഏറ്റവും നല്ല പാട്ടുകൾ. ചമ്പക പുഷ്പ സുവാസിതയാമം, ഭരതമുനി ഒരു കളം വരച്ചു. അങ്ങനെ ഭരതമുനിയൊരു കളം വരച്ചു, ഭാസകാളിദാസ കരുക്കൾ
വച്ചു ചമ്പക പുഷ്പ സുവാസിതയാമം ചന്ദ്രികയുണരും യാമം. അപ്പോൾ യവനിക അതിൽ ഒരു കൊലപാതകം നടക്കുന്നുണ്ട്, ഒരാളെ കാണാതാവുന്നുണ്ട്, പിന്നെ മരണം അത് അന്വേഷിച്ച് വരുന്ന ഒരു പോലീസ് ഓഫീസർ. അതുവരെ നമ്മൾ കണ്ടുവന്നിരുന്ന പോലീസ് ഓഫീസർമാരും തികച്ചും വ്യത്യസ്തമായ ഒരു പാറ്റേണാണ് ജോർജ് സാർ ഇതിലെ പോലീസ് ഓഫീസർ വരിക. അന്ന് അദ്ദേഹത്തിൻ്റെ ലുക്ക്, ഓരോ ആൾക്കാരെയും ചോദ്യം ചെയ്യുമ്പോൾ ആ നോട്ടത്തിൽ തന്നെ ആ കുറ്റവാളികൾ പരുങ്ങണം. അതേ രീതിയിലുള്ള നോക്കും, ചടുലമായ ഡയലോഗുകളും. അങ്ങനെ യവനികയിലെ പോലീസ് ഓഫീസർ മമ്മൂട്ടി എന്ന നടൻ്റെ കരിയറിൽ വളർച്ചയ്ക്ക് വലിയൊരു ഘടകമായിട്ട് മാറി. ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ചുമതല എന്റെ തലയിലുമായി. ഇതുപോലുള്ള പല കേസുകളിലും വിജയിച്ചിട്ടില്ലേ? അതുകൊണ്ടാണ് ഇതും ഇങ്ങോട്ട് തന്നെ വന്നത്. ആ വിജയത്തിന്റെയൊക്കെ പിന്നിൽ എന്റെ മോളിയുടെ ബുദ്ധിയും ഉപദേശവും ഒക്കെ ഉണ്ടായിരുന്നു. അയ്യപ്പനോട് ഇപ്പൊ എങ്ങനെയാ? സ്നേഹമാണോ വിരോധമാണോ? പറയൂ, സ്നേഹമാണോ വിരോധമാണോ? ഈ രേഖ എന്തിനുള്ളതാണെന്ന് അറിയാമോടാ? കൈമടക്കാൻ. അതല്ല ചോദിച്ചത്, ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇല്ല. ഈ രേഖ കയ്യിലുള്ളവർ കൊലപാതകം ചെയ്യും. നീ അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തു കഴിഞ്ഞു. അതിന്റെ തെളിവാണിത്. എങ്കിലും സ്വന്തം അച്ഛനെ തന്നെ തട്ടിക്കളഞ്ഞുള്ള വിഷ്ണു. വഴക്ക് കഴിഞ്ഞ് ബാലഗോപാലനെ നിങ്ങൾ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞല്ലോ. അയ്യപ്പൻ എങ്ങോട്ട് പോയി? അയ്യപ്പൻ അവിടെ തന്നെ ഇരുന്നു. അയാൾ പറയുന്ന കഥയിൽ എവിടെയോ ഒരു കൃത്രിമത്വമുണ്ട് മോളി. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെന്താ? കൊല ചെയ്തു എന്ന് അയാൾ പറയുന്ന സ്ഥലത്ത് നിന്നും 3 കിലോമീറ്റർ ദൂരെയാണ് ശവം കുഴിച്ചിട്ടിരിക്കുന്നത്. കൊന്നു കഴിഞ്ഞ് റോഡിലൂടെ 3 കിലോമീറ്റർ ദൂരം ശവം വലിച്ചഴിച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. മമ്മൂട്ടിയെന്ന് മാത്രമല്ല, തിലകനാണെങ്കിലും ജലജയ്ക്കും ഗോപി എന്ന നടൻ്റെ അപാരമായ സാധ്യതകൾ ജോർജ് സാർ പ്രയോജനപ്പെടുത്തി. ഇത് പറയാൻ രാജശേഖരന് ലജ്ജയില്ലേ? ഞാൻ എന്തിൽ ലജ്ജിക്കണം? നിങ്ങൾ ഒരു പുരുഷനെ പോലെ സംസാരിക്കണം മിസ്റ്റർ. വിവാഹത്തിന് മുൻപ് സ്ത്രീക്കും പുരുഷനും വെവ്വേറെ ബന്ധങ്ങൾ ഉണ്ടായെന്ന് വരും. വിവാഹത്തിന് ശേഷം അതെല്ലാം മറക്കണം. അതാണ് കുടുംബബന്ധം. പക്ഷേ ഭർത്താവ് ആത്മബലമില്ലാത്തവനാണെങ്കിൽ ആകെ തകരും. ഞാൻ നല്ല ഫിറ്റാ. 24 മണിക്കൂറും പട്ടടി തന്നെ. ബാക്കിയുള്ള പിന്നെ ഉണ്ട്. അവര് ഇപ്പോഴേ എന്റെ ഭാര്യയും മോനും കൂടെ അവരുടെ അമ്മാവന്റെ വീട് വരെ ഒന്ന് പോയിരിക്കുക. ഇന്ന് വന്നില്ലെങ്കിൽ നാളെ രാവിലെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവള് പോയത്. നീ വാ, അകത്ത് വാ. അതിനിപ്പോ എന്തുണ്ടായി? ഞാനിനെ കൊല്ലാനൊന്നും പോകുന്നില്ല. എന്റെ ഒരു ആഗ്രഹം. വേണ്ട, അത് വേണ്ട. ദൈവത്തെ ഓർത്ത് ചേട്ടൻ പോയി കിടക്കും. നീ ഒരു മണ്ടിയാണത്. ഇതിന്റെ ഒരു സുഖം നിനക്ക് അറിയാമെന്ന് ഞാനിട്ടാ. നീ റെഡി ആയില്ലേ? എഴുന്നേറ്റ് ഡ്രസ് മാറി ഇറങ്ങടി. റിഹേഴ്സൽ നേരമായി. രോഹിണി, എഴുന്നേറ്റ് സാരി ഉടുക്കാൻ. ഞാൻ വരുന്നില്ല. എനിക്ക് നാടകത്തിൽ അഭിനയിക്കണ്ട. എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടാ മതി. വക്കച്ചനോട് രൂപ മേടിച്ചിട്ട് നാടകത്തിൽ അഭിനയിക്കാതെ വീട്ടിൽ പോവാനോ? എന്റെ മോൻ നിന്റെ ആരാ? ആശാങ്ങോട്ടിരുന്നേ. എന്റെ മോൻ നിന്റെ ആരാ? അയ്യപ്പന്റെ പിടിച്ച എന്റെ ഭാര്യയോ? ഓ ഇതോട് പിടിക്കാൻ. എന്റെ ഭാര്യയോ? അയ്യപ്പന്റെ ഭാര്യ അല്ല, അവൻ എന്റെ ഭാര്യ. ഭയപ്പാളി. എന്തിനാടാ നീ എന്റെ മോന് വണ്ടി കൂലിയും കൊടുത്ത് പറഞ്ഞയച്ചത്? അവൻ നിന്ന് കാല് കിടക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തില്ലയോ? ഞാൻ രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടല്ലടാ അവൻ അവിടെ നിന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും യവനിക ഒരു ബോക്സ് ഓഫീസ് ഹിറ്റായി മാറുകയായിരുന്നു. മലയാളത്തിലെ കുറ്റാന്വേഷണ ചിത്രത്തിൻ്റെ ചരിത്രത്തിൽ യവനിക പോലെ സ്ഥാനം പിടിച്ച മറ്റൊന്നില്ല. അങ്ങനെ മനഃശാസ്ത്രപരമായ ഒരു രീതികളിൽ കൂടെ കൊല തെളിയിക്കുന്ന ഒരു സിനിമയായിരുന്നു. അതിൻ്റെ സസ്പെൻസും ഇന്ന് വരെ മലയാള സിനിമയിൽ നിലനിന്നിട്ടുള്ള ഏറ്റവും നല്ല ഒരു സസ്പെൻസ് ആയിരുന്നു സിനിമയുടെ. അങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്തു. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു
ഉൾക്കടലിനെക്കാട്ട് വലിയ ഹിറ്റായി മാറി യവനിക. അങ്ങനെ KG ജോർജ് മലയാള സിനിമയിലെ മധ്യവർത്തി സിനിമയുടെ ഒരു വലിയ വക്താവായി തീർന്നു യവനികയോടുകൂടി. മമ്മൂട്ടിയും KG ജോർജ് ഒരേപോലെ താരനിരയിലേക്കും ജനപ്രതിയിലേക്കും ഉയരുകയുണ്ടായി.